അവൾക്ക് എന്താ ഫോണൊന്നും എടുത്താ? ഓടി ഓടി കാല് കഴിക്കാ. അവള് പഠിക്കുകയല്ലേ, നിനക്ക് പോയി എടുത്താലെന്താ? പഠിത്തം കള്ളത്തരാ. ഹലോ, യെസ്, അനന്തകൃഷ്ണൻ. താങ്ക് യു. അച്ഛാ, എനിക്ക് ബ്ലൂ ക്രോസ് ഇന്റർനാഷണലിന്റെ അവാർഡുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാ ഒരാൾക്ക് ഇങ്ങനെ ഒരു അവാർഡെന്നാ. നിന്റെ പുസ്തകത്തിനാ? പുസ്തകത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും എല്ലാം കൂടി കണക്കിലെടുത്താവൂല്ലോ. പാർവതി, അപർണേ, അറിഞ്ഞോ? അനന്തൂന് അവാർഡ് കിട്ടി. അനന്തേട്ടന് ഒരു സന്തോഷം തോന്നുന്നില്ലേ? അനന്ത, ഞാൻ കണ്ടു. എന്ത് കണ്ടു? അതെ, കളിയൊന്നല്ല, അന്തർദേശീയ അവാർഡാ കിട്ടിയിരിക്കണേ. എന്തേ? ഇപ്പൊ കാണിച്ചുതരാം. അമ്മേ, അനന്തേട്ടനൊരു ലോക്കൽ അവാർഡും കൂടി കിട്ടി. ഇതൊന്നും പോയി അമ്മയോടൊന്നും പറയാൻ നിക്കണ്ടാട്ടോ. പറഞ്ഞാൽ നിനക്കെന്നെ മോശം, എനിക്കല്ല. വേണ്ട, നിന്റെ സൂക്കേട് ഗോവിന്ദിക്ക് മനസ്സിലാകുന്നുണ്ട്. വേണേ തിന്നു. പിന്നെ കുറുകുറു പറഞ്ഞ് ചിണുങ്ങിയിട്ട് കാര്യമില്ല. ഇല്ലേ പിന്നെ മോർണിംഗ്. മോർണിംഗ്. എന്താടോ ഇത്ര കാലത്ത് തന്നെ? അപ്പൊ സംഗതി അറിഞ്ഞിട്ടില്ല. എ മാൻ ഓഫ് കമ്പാഷൻ ഹോണേഡ്. മാൻ ഓഫ് കമ്പാഷൻ, കരുണയുടെ ആൾ രൂപം. അനന്തകൃഷ്ണൻ എന്നാത്ര പേര്. ഒറ്റപ്പാലം NSS കോളേജിൽ ബോട്ടണി ലെക്ചററാണ്. ഓട്ടോബയോഗ്രഫി ഓഫ് എ സ്പാരോ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സാക്കോ, നീನು ಒಳಗಡೆ ಹೋಗು. നീ അവന്റെ ട്വിൻ ബ്രദർ മറ്റോ ആണോ? ഇങ്ങനൊരാളുടെ കാര്യം അവൻ ഒരിക്കലും സൂചിപ്പിച്ചിട്ടില്ലല്ലോ. അല്ല, അവന്റെ കുടുംബത്തെ കുറിച്ചൊന്നും ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. ഒറ്റപ്പാല NSS കോളേജ് ഞാനൊന്ന് വിളിച്ച് അന്വേഷിക്കുക, വൈകിക്കണ്ട. ഫുൾ ഡീറ്റെയിൽസ് വേണം എനിക്ക് ഈ അനന്തകൃഷ്ണനെ കുറിച്ച്. അനന്തു, അനന്തു, എന്താടാ ഇത്? എപ്പോഴും വാതിലടച്ചിങ്ങനെ. നിന്നെ കാണാൻ ആരണ്ട് വന്നിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം പോറ്റിന്നോ. കൂടെ വേറൊരാളുണ്ട്, തടിച്ചു കുറുതായിട്ട്. കിഷൻ, ഒരു നിമിഷം ഞാൻ വിചാരിച്ചു എന്റെ കിഷൻ തന്നെയാണ്. എനിക്കും തോന്നി. ഇരിക്കും. ആരാ? എന്താ വേണ്ടത്? ഞാൻ സുബ്രഹ്മണ്യ പോറ്റി, ഇദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റാ. ഓ, ഇദ്ദേഹം ആരാന്ന് പറഞ്ഞില്ല. ഇദ്ദേഹം ഗോവിന്ദ്ജി എന്ന് പറയും. എന്റെ കൂടെ ആയിരുന്നു കിഷൻ, ഞങ്ങളുടെ ട്വിൻ ബ്രദർ നവനീത് കൃഷ്ണൻ. വക്കീലെ കൊടുക്ക. അവൻ ജീവിച്ചതും മരിച്ചതും ഒക്കെ എനിക്ക് വേണ്ടിയാ. കുറച്ച് പണം തന്ന് കടന്നു തീർക്കല്ല, എന്നാലും ഒരു... എന്താടാ അവർക്ക് വേണ്ടത്? ഇയാള് ഗോവിന്ദ്ജി എന്ന് പറയൂ അത്രേ. നമ്മുടെ കിച്ചു ഇയാൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്തിരുന്നത്. ഓഹോ, അപ്പോ എഴുന്നേക്കുക, അധികം നിൽക്കാതെ സ്ഥലം വിടുക. എന്താപ്പത്? അങ്ങനെ ഇങ്ങോട്ട് വരേണ്ട ആളൊന്നും അല്ലാതെ നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു വന്നപ്പോ ഒരുമാതിരി ദൈവം തമ്പുരാനൊന്നും അല്ലല്ലോ ഇത്. എന്റെ കുട്ടിയെ കൊണ്ടുപോയി വഴിതെറ്റിച്ച് കുരുതി കൊടുത്തിട്ട് എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഈ പടികേറി വന്നത്? ആളെ ശരിക്കും മനസ്സിലാവാത്ത നിങ്ങൾ വെറുതെ... മരിച്ചത് ഇദ്ദേഹത്തിന്റെ മകനാടോ.
ഇങ്ങനെയൊക്കെ അല്ല പിന്നെ എങ്ങനെയാ പെരുമാറണ്ടേ? ക്ഷമിക്കണം, ഒരറിവില്ലായ്മയായിട്ട് കണക്കാക്കിയാൽ മതി. ഓ, അങ്ങനെ തന്നെ കണക്കാക്കിക്കോളാം. ഈ കിഴിയും കൂടെ എടുത്തോണ്ട് പോവാ. വരട്ടെ മിസ്റ്റർ അനന്തകൃഷ്ണൻ. ഇനി വരരുത്. കിച്ചുവിന്റെ കൂട്ടുകാരെ ഒന്നും കാണാൻ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ഡിസ്റ്റർബ് ചെയ്താൽ ഞങ്ങൾക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. വയ്യ, ഇനി എനിക്ക് വയ്യ നീ ആവാൻ. അനന്തു, അനന്തു, താൻ ഇങ്ങനെ ആർക്കും മുഖം കൊടുക്കാതെ മുറിക്കാതെ അടച്ചിരുന്നാൽ എങ്ങനെയാ? തന്റെ ഈ പെരുമാറ്റം കണ്ടിട്ട് എല്ലാവർക്കും നല്ല പേടിയുണ്ട്. അച്ഛനെയും അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കണോ? അവർക്ക് സമാധാനം കൊടുക്കണ്ട താൻ തന്നെ. മണിക്കുട്ടിക്ക് നല്ല വിഷമമുണ്ട്. ഒന്നും പുറത്ത് കാണിക്കാതെ ചിരിച്ച് ഇങ്ങനെ. അനന്തു, നീ ഇങ്ങനെ നടയടച്ചിരുന്നാൽ ശരിയാവില്ല. കോളേജിൽ ജോയിൻ ചെയ്യണ്ടേ? എത്ര നാളെന്ന് വെച്ചാൽ ലീവ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാ. ആദ്യം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. ഹിന്ദു എന്ന് അവർക്ക് വരുന്നുണ്ട് ഇന്റർവ്യൂവിനെ. അതൊന്നും വേണ്ട, എനിക്ക് വയ്യ. വയ്യേ? ഞാനാ അവരോട് വരാൻ പറഞ്ഞത്. ഇതിലെന്താ ഇപ്പൊ അത്ര ആനക്കാര്യം? നമ്മുടെ എക്സ്പീരിയൻസ് അവരോട് പറയുക, അത്രല്ലേ ഉള്ളൂ. ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എന്താ അവരോട് പറയേണ്ടത്? അനന്തു, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഒന്നും. അനന്തു, ഞാൻ അനന്തു അല്ല, മരിച്ചു. കിച്ചു, കിച്ചുവാണ് ഞാൻ. അനന്തേട്ടാ, അനന്തേട്ടാ, അനന്തേട്ടാ. എന്താ? ഒന്നുമില്ല. അവൻ വെറുതെ കിച്ചുവിന്റെ ഓരോ കാര്യങ്ങൾ ഓർത്ത് കുട്ടികളെ പോലെ. അനന്തേട്ടാ, വേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. നീ പൊക്കോ. ആ, നിനക്ക് ഷൂട്ട് അറ്റ് സൈറ്റ് ഉണ്ടായിരുന്നു എന്ന് പത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിനെ ബലി കൊടുത്തിട്ട് നീ രക്ഷപ്പെട്ടു അല്ലേ? എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? എന്താ നിന്റെ ഉദ്ദേശം? അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ വന്നതാണോ? ഈശ്വര, അവരിതറിഞ്ഞാൽ എല്ലാം തകർത്തിട്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല. പറഞ്ഞോ? എല്ലാരോടും പറഞ്ഞു. ഈ നാടകം ഇനി വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ വയ്യ. എനിക്ക് അനന്തുവാൻ വയ്യ. അച്ഛനും അമ്മയ്ക്കും നീ അനന്തൂന് പകരമായെന്ന് വരും. പക്ഷേ എന്റെ മോള് അവളോട് ഞാൻ എന്ത് പറയും?
ആ